മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ആരും നിങ്ങളുടെ നല്ലതൊന്നും ആഗ്രഹിക്കുന്നില്ല. പലർക്കും അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളുമാണ് പ്രധാനം. പല മനുഷ്യരും സ്വാർത്ഥരാണ്. സന്തോഷം അവർക്കു മാത്രമേ പാടൂ എന്ന തോന്നലാണ്. പരസ്പരം മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. അവിടെ നഷ്ടമാകുന്നത് സ്നേഹം മാത്രമാണ്. ഒരു ബന്ധത്തിനായി നിങ്ങൾ ഒരിക്കലും യാചിക്കരുത്. നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവനെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവനെ നിരസിക്കുവാനും ധൈര്യപ്പെടുക. ഭക്തരെ, ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് അണയാത്ത വിളക്കാകുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല. പരിഹസിക്കുന്നവർ പരമാവധി പരിഹസിക്കട്ടെ. അവഗണിക്കുന്നവർ പറ്റുന്നത്രയും അവഗണിക്കട്ടെ. ഒറ്റപ്പെടുത്തുന്നവർ സാധിക്കുന്നത്രയും ഒറ്റപ്പെടുത്തട്ടെ. നിങ്ങളുടേതായ ഒരു ദിവസം വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. ആ ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതുമില്ല. പരിഹസിച്ചവരെയും അവഗണിച്ചവരെയും കാലം നിങ്ങൾക്കു മുന്നിൽ കൊണ്ടുവന്ന് തരും. ഭക്തരെ, സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർക്കും കഴിയും. പക്ഷേ നിങ്ങളുടെ മനസ്സ് നോവുമ്പോൾ ആർക്കാണ് നോവുന്നത്? അവരാണ് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നത്. ജീവിതത്തിൽ സ്വയം മാറാൻ ആരും ശ്രമിക്കില്ല. പക്ഷേ മറ്റുള്ളവരെ മാറ്റാനാണ് കൂടുതൽ പേർക്കും താല്പര്യം. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ടാകും. പുറമേ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള കഴിവുണ്ടാകും. ഭക്തരെ, സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരാളുടെ ജീവിത ലക്ഷ്യം അയൽക്കാരനെ തോൽപ്പിക്കൽ ആകരുത്. സമ്പന്നർ അത്യാഡംബര ജീവിതം നയിക്കുമ്പോൾ കടം വാങ്ങിയെങ്കിലും അത് അനുകരിക്കരുത്. ആഡംബരത്തിൻ്റെ ഊതി വീർപ്പിച്ച മായാലോകം ബാഹ്യമായ തിളക്കം മാത്രമാണെന്ന് അറിയുക. ഭക്തരെ, പലരുടെയും പുറമേയുള്ള പ്രകടനം കണ്ടിട്ട് അതവരുടെ യഥാർത്ഥ സ്വഭാവമാണെന്ന് വിശ്വസിക്കരുത്. അരങ്ങത്തും അണിയറയിലും വ്യത്യസ്ത പ്രകടനം കാഴ്ചവെക്കാനായി അറിയുന്നവർ ആയിരിക്കും ഇവർ. ഭക്തരെ, പിണങ്ങുമ്പോഴും ദേഷ്യം വരുമ്പോഴും എന്തും വിളിച്ചു പറയാതിരിക്കുക. കാരണം ഇളങ്ങുമ്പോൾ ആ വാക്കുകൾ ഏൽപ്പിച്ച മുറിവ് ഉണങ്ങണമെന്നില്ല. ഭക്തരെ, ഉപേക്ഷിക്കാൻ വേണ്ടി ഒരു ബന്ധവും തുടങ്ങാതിരിക്കുക. അപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഒരു ബന്ധവും നിലനിർത്താതിരിക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ പലതും അതിജീവിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അധികകാലം അടിമയായി ജീവിക്കാനും പറ്റണമെന്നില്ല. ഭക്തരെ, സ്വന്തം അനുഭവങ്ങൾ കൊണ്ടല്ലാതെ ആരും ആരെയും തിരിച്ചറിയില്ല. ഒറ്റയ്ക്കാണെന്ന ബോധമാണ് ഒരാളെ ഏറ്റവും ശക്തനാക്കുന്നത്. ജീവിതത്തിൽ എത്ര തവണ ചതിക്കപ്പെട്ടാലും മറ്റുള്ളവരെ ചതിക്കാൻ പഠിക്കരുത്. അവരുടെ പാപത്തിൻ്റെ ഫലം അവർ അനുഭവിക്കും. ഭക്തരെ, വേദനയുടെ ആഴം അറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വിലയറിയാം. അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാനും കഴിയുന്നു. അവഗണിച്ചവരുടെ മുന്നിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവരുത്. കാരണം അവഗണന മനസ്സിനേറ്റ മുറിവാണ്. അതുണങ്ങാൻ ഒരുപാട് കാലം കഴിയണം. പക്ഷേ അവഗണിച്ചവർ മറന്നാലും അനുഭവിച്ചവർ അത് മറക്കില്ല. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.